നമസ്കാരം. വീണ്ടും ഒരു പൊന്നോണം കൂടി വരവായി. ഈ ഓണത്തിന് വലിയ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് മാതൃഭൂമി ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രത്യേകതയാണ്. മാതൃഭൂമി ന്യൂസിൻ്റെ ആദ്യത്തെ ഓണം കൂടിയാണ്. ഈ ഓണത്തിന് നിങ്ങളോടൊപ്പം കുറച്ച് ഓണവിശേഷങ്ങൾ പങ്കിടുവാനും കുറച്ച് രസാവകമായ കാര്യങ്ങൾ പങ്കിടുവാനും വേണ്ടിയിട്ട് ഞാനും എന്നോടൊപ്പം നമ്മുടെ കോഴിക്കോടൻ സ്ലാങ്ങിലൂടെ മിമിക്രി വേദിയിൽ നിന്ന് കടന്നെത്തി, പിന്നെ സീരിയൽ രംഗത്തും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇപ്പോൾ സിനിമയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത്, കോഴിക്കോടിൻ്റെ മറ്റൊരു അഭിമാന താരം ശ്രീ വിനോദ് കോവൂർ ഇതാ വന്ന് നിൽക്കുകയാണ്. ഇത് വിനോദ് കോവൂർ. ഇനി എന്നോടൊപ്പം നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു താരമുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലിങ്ങനെ വരാം. യെസ്, അതുപോലെ തന്നെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു താരമാണ് പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്ന സിനിമയിൽ പുള്ളിപ്പുലികളായിട്ട് വന്ന നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട താരം, തൃശ്ശൂരിൻ്റെ മറ്റൊരു അഭിമാന താരം ശ്രീ ജോജു തൃശ്ശൂർ. വരൂ ജോജു. ഇത് ജോജു മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെയൊക്കെ ആൾക്കാർ പറഞ്ഞ ജോജു മാളയെന്ന്, അത് തെറ്റാണ് അല്ലേ? അപ്പോൾ ജോജും എത്തിയിരിക്കുകയാണ്. കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം മൂന്നും കൂടെ എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം തിരുവനന്തപുരം സ്ലാങ്ങിലായിട്ടും, പിന്നെ പുള്ളി മലപ്പുറം കോഴിക്കോടൻ സ്ലാങ് ആയിട്ടും, പുള്ളി തൃശ്ശൂർ സ്ലാങ് ആയിട്ടും നമുക്ക് ഒരു കുറച്ച് സമയം. ഓക്കെ, റെഡി? നല്ല അസുഖങ്ങളൊക്കെ തന്നെ. എന്തൊക്കെ ഉണ്ട് അവിടെ? അങ്ങനെ പോകുന്നു. എങ്ങനെ പോകുന്നു ഇപ്പോൾ ഓണമൊക്കെ? എങ്ങനെ? ഓണം അടിപൊളി നമ്മുടെ നാട്ടിൽ ആണ്. അതൊന്നും പറയണ്ട, ഭയങ്കര ഉഷാറായിട്ട് പോവുക. ശരിക്കും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, പിന്നെ പണ്ടൊക്കെ നിങ്ങൾ ഈ മിമിക്രിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് ഓണങ്ങൾ? ഞങ്ങളുടെ നാട്ടിൽ ഈ പൂ പറിക്കാനാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആൾക്കാർക്ക്. പൂ പറിക്കണം, പൂ മേടിക്കില്ല. അപ്പം ഞാനൊക്കെ പൂ മോഷ്ടിക്കാനൊക്കെ പോയിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. കക്കും പോയിട്ട്. പട്ടിണി ഓണം വല്ലതും ഉണ്ടോ? പട്ടിണി ഓണം ഇല്ല, അങ്ങനെ ഓർമ്മയിലില്ല. മിമിക്രി ആയതിനു ശേഷം പട്ടിണി അല്ല. അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മിമിക്രി ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ തിരുവോണ ദിവസമൊക്കെ നമുക്ക് പ്രോഗ്രാം വരും. ചിലപ്പോൾ ആലപ്പുഴ, ചിലപ്പോൾ എറണാകുളം, തൃശ്ശൂർ. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മളെല്ലാവരും കൂടെ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പഴയതുപോലെ അത്രയും ജംഗ്ഷനിലൊന്നും കടയില്ല. അപ്പോൾ ഓണമായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് ഒരു കടയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കട അങ്ങ് അടച്ചിട്ടേക്കും. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നിന്ന് വിശന്നിരിക്കും. അങ്ങനെയുള്ള പട്ടിണി ഓണമാണ്. അല്ലാതെ കാശുണ്ടായിട്ട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒരുപാടുണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ പരിപാടികളെ തിരക്ക് കാരണം ഓണത്തിന് വീട്ടിലെത്താൻ പറ്റാത്ത അവസ്ഥ, ഭക്ഷണമൊക്കെ പുറമേ നിന്നാവേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. പഴയ ഓണമാണോ ഇപ്പോഴത്തെ ഓണമാണോ അടിപൊളി? അത് പഴയ തന്നെ. ഇപ്പൊ സിനിമയിലെ ആയതിനു ശേഷം അതാണ് എനിക്ക് തോന്നുന്നത് നല്ല ഓണമെന്ന് തോന്നുന്നത്. അത് മനസ്സിന്റെ സുഖമുണ്ട്. പക്ഷെ അതേസമയം നന്മ നഷ്ടപ്പെട്ടത് പഴയ കാലത്തുള്ള ഓണമാണ്. നന്മയുടെ പ്രതീകമാണ് പഴയ ഓണം. പണ്ട് നമ്മൾ വീട്ടിന്റെ മുറ്റത്ത് തറയുണ്ടാക്കും. ഈ തറയുടെ മുകളിലാണല്ലോ പൂ ഇടുന്നത്. അപ്പൊ ഈ പൂ പറിക്കാണ്ട് ഞങ്ങളിപ്പോൾ സംഘം ചേർന്നിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ചേർന്ന് പൂ മോഷ്ടിക്കാൻ പോകും. മറ്റുള്ള ഈ കൊക്കയൊക്കെ ഇട്ടിട്ട് വലിച്ച് പൂക്കളൊക്കെ പറിച്ച് നായ ഓടിക്കും, എന്നാലും ഓടും. പിന്നെ തുമ്പപ്പൂ പറിക്കാനും അരിപ്പൂ പറിക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം. എന്നിട്ട് ആ പൂക്കളെ കൊണ്ട് പൂവിടുന്ന സമയത്ത് അതിനൊരു സുഖമുണ്ട്. ഇന്നിപ്പോൾ കടകളിൽ ഇന്നിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അമ്മ പറയും, മോനെ പൂ കൊണ്ടുവരണേ, മീൻ കൊണ്ടുവരണേന്നൊക്കെ പറഞ്ഞ പോലെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുള്ള ഒരു ഓണസദ്യ വരെ കടയിൽ നിന്ന് അറേഞ്ച് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ ഓണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മറന്നുപോയി കേട്ടോ, സോറി. ഇടയ്ക്കിടയ്ക്ക് നീ എന്നെ ഒന്ന് ചോദിക്കണം, ഓർമ്മപ്പെടുത്തണം. എന്താണ് ജോജുവിൻ്റെ ഈ സിനിമയിൽ വന്നതിന് ശേഷം, സജീവമായതിനു ശേഷമുള്ള ഓണത്തിൻ്റെ പ്രത്യേകതകൾ? ഈ ഓണമല്ലേ നമ്മുടെ ഏറ്റവും നല്ല ഓണം? അതെ, തീർച്ചയായിട്ടും. പുള്ളിപ്പുലികളുടെ ഓണമാണ്. പുള്ളിപ്പുലി സുരാജിൻ്റെ ആയാലും അല്ലേ? തീർച്ചയായും ഞങ്ങളുടെ ഏറ്റവും രസകരമായ ഒരു ഓണം ഈ ഓണമായിരിക്കും. കാരണം ഈ സിനിമ പെരുന്നാളിന് ഇറങ്ങി, ഇപ്പോൾ ഈ സമയത്തും അത് സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമാണ്. അതെ, നല്ല നല്ല സിനിമകൾ നമ്മൾ അഭിനയിച്ച് അത് റിലീസാകുമ്പോൾ ഗംഭീരമാണ് എന്ന് ആൾക്കാർ പറയുമ്പോഴുണ്ടാകുന്ന ആ സുഖം, അത് തന്നെയാണ് ഇപ്പോൾ ഈ സിനിമയിൽ സുരാജിൻ്റെ ഓണം നമ്മുടെ സന്തോഷം. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഓണം? ഇപ്പോഴത്തെ ഓണമാണോ അപ്പോഴത്തെ ഓണമാണോ? എനിക്ക് പഴയ ഓണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നന്മ നഷ്ടപ്പെടാത്തത് പഴയ ഓണമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഓണത്തിന് എനിക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. എനിക്കൊരു മകൾ ജനിച്ചു. ഒരുപാട് ആഗ്രഹിച്ച് അങ്ങനെ ഒരു മകൾ ജനിച്ചു. അപ്പോൾ മകളോടൊപ്പമുള്ള ആദ്യത്തെ ഓണം. അതുപോലെ തന്നെ നമ്മുടെ മാതൃഭൂമി ന്യൂസിനോടൊപ്പമുള്ള ആദ്യത്തെ ഓണം. അപ്പോൾ അതിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. മാതൃഭൂമി ന്യൂസിൻ്റെ ആദ്യത്തെ ഓണമാണ്. അതെ. അപ്പോൾ പറയും, ഇനി വിശേഷങ്ങളൊക്കെ പറയും. എനിക്ക് ആ കോഴിക്കോടൻ സ്ലാങ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ആ ടി വി പരിപാടി കോഴിക്കോടൻ സ്ലാങ്ങിൽ തന്നെ പറയാം. എന്താണ് ഈ ഓണത്തിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ ഞാൻ കുറേ കാലം മുമ്പ് ഈ സംഗീത ശില്പം, ഓണത്തിനെ കുറിച്ച് സംഗീത ശില്പം ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര മനസ്സ് തട്ടിയ സാധനം അത്.
അതിൻ്റെ അകത്ത് ഒരു പാട്ടുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ പഴയകാല ഓണം മുഴുവനായിട്ട് ഓർമ്മ വരും, ശരിക്കും ഓർമ്മ വരും. മുഴുവനെ മുഴുവൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ മുഴുവനായിട്ട് ഓർമ്മ വരും. അതായത് ആ പാട്ടൊന്ന് പാടത്തെ. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ ഓണത്തപ്പ കുടവയറ നാളേക്കൊരു വട്ടി പൂവേണം, അത്തം തൊട്ടിട്ടോണം വരെയും വട്ടികൾ നിറയെ പൂവേണം, അത്തം തൊട്ടിട്ടോണം വരെയും നട്ടികൾ നിറയെ പൂവേണം. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ ഞങ്ങളുടെ മുറ്റത്തോണ പൂത്തറ പൂത്തറ നിറയെ പൂവേണം പൂവേണം, പല 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 പൂവേണം, പല 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 പൂവേണം. ഇത് പഴയ കാലാണേ. ഇപ്പോഴത്തെ കാലത്ത് എന്താ പടം അറിയോ? പൂവില്ല പൂവിളിയില്ല പൂന്നുള്ളാൻ മേടുകളില്ല, ഓണക്കളി ഓണപ്പാട്ടുകൾ പണ്ടത്തെ പാഴ്ക്കഥയാ. സത്യമല്ലേ? കറക്റ്റാണ്, വിനോദ് പറഞ്ഞ വളരെ ശരിയാണ്. ശരിയേട്ടാ, ഈ തിരുവനന്തപുരത്ത് ശരിക്കും ഓരോ ജില്ലകളിലും ആഘോഷങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ തിരുവനന്തപുരത്തുള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ മതി ഓണത്തിൻ്റെ. എന്തായിരിക്കും തിരുവനന്തപുരം ഭാഗത്തുള്ളൊരു പ്രത്യേകത? തിരുവനന്തപുരം ഭാഗത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുറേ നാളായ അങ്ങോട്ടൊക്കെ പോയിട്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അവിടെ ഇതുപോലെ തന്നെ അത്തങ്ങളൊക്കെ ഇട്ട്, പിന്നെ 10ാമത്തെ ദിവസം അമ്പ് മില്ലൊക്കെ എടുത്ത് ചെയ്ത്, പിന്നെ അതൊന്നും ഞങ്ങളുടെ നാട്ടിലില്ല. പുലികളി പരിപാടി ഒന്നും നമ്മുടെ അവിടെ ഇല്ല. ആണോ? പുലികളി അവിടെയല്ലേ? പുലികളിന്റെ ആള് തൃശ്ശൂർ. നമ്മളവിടെയൊക്കെ നേരത്തെയൊക്കെ പണ്ട് ഒക്കെ ഞാൻ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് പുലികളി. അത് പിന്നെ ശരിക്കും എന്ന് പറഞ്ഞാൽ സിനിമ കാണലാണ് അവിടുത്തെ മെയിൻ ഹോബി. 10 ദിവസം ഇനിയിപ്പോൾ ഒരു പടം ഉള്ളെങ്കിൽ അത് 10 പ്രാവശ്യം കണ്ടിരിക്കും. അത്രയും ആൾക്കാരൊക്കെ ആരാധനയാണ് സിനിമാ താരങ്ങളോടും സിനിമാ പ്രവർത്തകരോടും. എല്ലാ പ്രാവശ്യം റിലീസിങ്ങിന്റെ ഒരു സുഖപ്പില്ലല്ലോ. അതെ അതെ അതെ. പണ്ടൊക്കെ ഓണത്തിന് വരുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഒരു 10 ദിവസം മുമ്പേ അതിന്റെ ആഘോഷം തുടങ്ങി. പിന്നല്ലാതെ ഇന്നിപ്പോ അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല ശരിക്കും.